അങ്ങനെ അനാമിക നയനയ്ക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് നവ്യയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ദേ നവ്യേ, നിന്റെ അനിയത്തി നയന ഉണ്ടല്ലോ, അവൾക്ക് നിന്റെ കുഞ്ഞിനെ എടുക്കാൻ പോലും ടൈമില്ല. അവൾ ആ ചാന്തുമോളെയും കൊണ്ട് ഫുൾ ടൈം കറക്കം തന്നെയാണ്. അതാ അവർക്കൊക്കെ ഇഷ്ടം. എന്നാൽ ഞാനങ്ങനെയാണോ? എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ നിന്റെ കുഞ്ഞിനെ എടുത്ത് താലോലിക്കാറുണ്ട്. സ്വന്തം ചേച്ചിയുടെ കുഞ്ഞാ, എന്നിട്ട് പോലും അവൾ നിന്റെ കുഞ്ഞിനോട് ഇത്രയും വേർവ്യത്യാസം കാണിക്കുന്നു ഞാൻ ഓർത്തില്ല എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുമ്പോഴേക്കും നവ്യാണെങ്കിലും പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാ അനാമികയെ. എൻ്റെ അനിയത്തി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും അവളുടെ പ്രവർത്തികളൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് അവളോടുള്ള ദേഷ്യം കൂടിയാണ് വരുന്നത്. ഇക്കണക്കിന് പോയാൽ അനിയത്തി എന്നുള്ള സ്ഥാനം എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ എടുത്ത് കളയും. എൻ്റെ കുഞ്ഞിനെ വേണ്ട രീതിക്ക് പരിഗണിക്കാത്തവരെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളയും. ഇപ്പം നീ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. മിക്കവാറും എൻ്റെ അനിയത്തിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ കൊടുത്തിട്ടുള്ള ആ സ്ഥാനത്ത് നീ കടന്നു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിൽ തന്നെ നവ്യ പറയുന്നുണ്ട്. അനാമികെ, നിൻ്റെ അവസ്ഥയും എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഏതൊരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും ദേഷ്യമൊക്കെ വരുന്നത്. എനിക്കിപ്പോൾ എന്തായാലും നിൻ്റെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ എല്ലാ കാര്യത്തിനും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു ഉറപ്പ് നൽകുന്നുണ്ട് അനാമികയ്ക്ക്. ഇത് കേൾക്കുന്ന അനാമികയാണെങ്കിലും പിന്നെയും നവ്യനെ ചൂട് പിടിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ തറവാടിൽ നയനേട്ടത്തിക്ക് വലിയ സ്ഥാനമാണ് ഉള്ളത്. അവർ വരയ്ക്കുന്ന ഡിസൈൻ കാരണമാണ് അതൊക്കെ. ഏട്ടത്തി വരയ്ക്കുന്ന ഡിസൈൻസിനൊക്കെ ആവശ്യക്കാർ ഏറുന്നുണ്ടല്ലോ. അതുകൊണ്ട് നല്ലൊരു സെയിൽ തന്നെ നടക്കുന്നത്. നാളെ മറ്റെവിടുന്ന് കുറച്ച് ക്ലയൻസൊക്കെ വരുന്നുണ്ട് ഈ ഡിസൈനൊക്കെ ഒന്ന് നോക്കാനായിട്ട്. ആദർശേട്ടൻ അവരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അവരും ഏട്ടത്തി വരച്ച ഡിസൈൻസൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ ഒരു പ്രൊജക്റ്റ് നടന്നാൽ ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും അവളെ വീണ്ടും എടുത്ത് തലയിൽ വെക്കും. പിന്നെ നമ്മുടെ സ്ഥാനം എന്താകും എന്നുള്ളത് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോജക്റ്റ് നടക്കാൻ പാടില്ല. ആ പ്രോജക്റ്റ് സക്സസ് ആയാൽ പിന്നെ നമ്മളൊക്കെ ഇവിടുത്തെ പുറമ്പോക്കാകും. അഭിയേട്ടൻ്റെ കാര്യവും ഞാൻ പറയാതെ തന്നെ ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ. ഇപ്പം തന്നെ ഓഫീസിലെ ഒരു സ്റ്റാഫാക്കി മാറ്റി. പിന്നെയും മുഴുവൻ അധികാരവും ആദർശേട്ടൻ്റെയും നയനേട്ടത്തിൻ്റെയും കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, അവർ അഭിയേട്ടനെ ആ ഓഫീസിൽ നിന്ന് പിരിച്ചു വിടാൻ വരെ നോക്കും. അതിനൊന്നും അവർക്കധികം താമസമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ പ്രൊജക്റ്റ് എങ്ങനെയെങ്കിലും മുടക്കിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും ദൂഷ്യം ചെയ്യും. ആദർശേട്ടൻ്റെ കാര്യം വിട്. ആദർശേട്ടൻ ഈ കുടുംബത്തിലെ കൊച്ചുമോനാണ്. പക്ഷേ നയനേട്ടത്തി നമ്മളെപ്പോലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്ന മരുമകളല്ലേ. അങ്ങനെ നയനേട്ടത്തി മാത്രം മുത്തശ്ശിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചാൽ ഇവിടെയുള്ള ബാക്കിയുള്ളവർക്കൊക്കെ നമ്മളിൽ എന്തെങ്കിലും ഒരു വില ഉണ്ടാവുമോ? നമ്മളെയൊക്കെ 10 വയസ്സിക്ക് പോലും വിലയില്ലാത്തവരാക്കി തീർക്കും ഇവിടെ ഉള്ളവർ എന്നൊക്കെ അനാമിക പറയുമ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, അതിലെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അനാമികയെ? ആ പ്രൊജക്റ്റ് നടക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ വിചാരിച്ചാൽ നടക്കുമോ? നമ്മളെ കൊണ്ട് അത് മുടക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ ആ വഴിക്ക് പോകണോ? നമ്മൾ മാത്രം വിചാരിച്ചുകൊണ്ട് ആ ഒരു പ്രൊജക്റ്റ് മുടക്കാൻ പറ്റുമോ എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അനാമികയോട്, അല്ലെങ്കിലും നയനയുടെ പോക്ക് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് അടിമുടി മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മൊത്തത്തിലിപ്പോൾ അവൾക്ക് അഹങ്കാരമായ മട്ട. കുറച്ച് ഡിസൈൻസൊക്കെ വരച്ച് അതിൽ കമ്പനിയിൽ നല്ല നേട്ടം ഉണ്ടാക്കിയപ്പോഴേക്കേ എല്ലാവരും അവളെ എടുത്ത് തലയിൽ വെച്ചു. അവളുടെ ഡിസൈൻസ് കൊണ്ട് മാത്രം കമ്പനിക്ക് കോടികളുടെ നേട്ടമാണ് ഉണ്ടായത്. അതുകൊണ്ട് അങ്ങനൊരു തെറ്റ് ചെയ്ത ആദർശേട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവളെ എല്ലാവരും തലയിലെടുത്ത് വെക്കുക തന്നെ ചെയ്യും. അതൊക്കെയാണല്ലോ ഇവിടുത്തെ പാരമ്പര്യം. പിന്നെന്ത് ചെയ്യാനാ? അതിൻ്റെ ഒരു അമർഷം എനിക്ക് എന്തായാലും ഉണ്ട്. എൻ്റെ അബിയോട് മാത്രം ഈ ഒരു വേർതിരിവ് കാണിക്കുന്നതിൻ്റെ ഒരു അമർഷം എനിക്കുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പറയുന്നതിന് ഒരു പരിധിയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നവ്യ. അനാമിക പറയുകയാണ്, എനിക്കറിയാം നവ്യേട്ടത്തിയുടെ മനസ്സിലും ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ. എൻ്റെ കാര്യം നവ്യേട്ടത്തിക്ക് അറിയാമല്ലോ. ഒരു ഭാര്യയായിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകുന്നത്. അന്ന് എൻ്റെ കൂടെ നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് എല്ലാം എൻ്റെ തലയിലായിരുന്നു അവസാനം. എന്തായാലും ഈ ഒരു പ്രോജക്റ്റ് നടക്കാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിച്ചേ പറ്റുള്ളൂ. നമുക്ക് അവൾ വരയ്ക്കുന്ന ഡിസൈൻസൊക്കെ നശിപ്പിച്ച് കളഞ്ഞാലോ? ആരും കാണാതെ അവളുടെ റൂമിൽ കയറി ആ ഡിസൈൻസൊക്കെ എടുത്ത് നശിപ്പിച്ച് കളയാം. അല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. നവ്യേട്ടത്തി എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്. നവ്യ ചോദിക്കുന്നുണ്ട്, അത് വേണോ അനാമികയെ? ആരെങ്കിലും അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവില്ലേ? ഇതെങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മൾ രണ്ടുപേരും കള്ളികളാകും. ഇങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ നവ്യ ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ഒന്നും ഒരു പ്രശ്നമാവില്ല നവ്യേട്ടത്തി, ഞാനല്ലേ പറയുന്നത്. ധൈര്യമായിട്ട് എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ മാത്രം മതിയേ എന്നിങ്ങനെ പറയുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നിൻ്റെ കൂടെ തന്നെയുണ്ട്. ഇത് എൻ്റെയും കൂടെ ആവശ്യമാണല്ലോ. എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ നവ്യ ഉറപ്പ് പറയുമ്പോഴേക്കും അനാമിക വലിയ സന്തോഷത്തോടെ തന്നെ തിരിച്ചു പോകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് രേവതിയും വേണുമൊക്കെ വരുന്നുണ്ട്. ദേവേനി ഇവർ വരുന്നത് കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വലിയ മുഖമൊന്നും കൊടുക്കാതെ ദേവേനി അങ്ങ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അല്ല മോളുടെ വല്യമ്മ എന്താ ഞങ്ങളോടൊന്നും ഇരിക്കാൻ പോലും പറയാത്തത്? എന്ത് പറ്റി മോളുടെ വല്യമ്മയ്ക്ക്? ഞങ്ങളോട് ദേഷ്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ച് സൽക്കരിക്കലല്ല എൻ്റെ ഇപ്പോഴത്തെ ജോലി. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം ജോലികളുണ്ട്.
നിങ്ങളെ ഇവിടെ എടുത്ത് സൽക്കരിക്കാനൊക്കെ അനാമികയും ജാനകിയൊക്കെ ധാരാളമാണ് എന്നൊക്കെ ഇങ്ങനെ പുച്ഛത്തോടെ തന്നെ ദേവയാനി പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് ജാനകിയും അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, അതെന്താ ഏട്ടത്തി, എൻ്റെ മരുമകളുടെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നത്. വീട്ടിലോട്ട് വരുന്നവരെ അകത്തോട്ട് കയറി ഇരിക്കുന്ന പറയുന്ന ഒരു മര്യാദയൊക്കെ ഉണ്ട്. അവർക്ക് കുടിക്കാൻ ഓരോ കപ്പ് ചായ കൊടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ കയ്യിൽ വളയൂരി പോവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഏട്ടത്തിയുടെ മരുമകളുടെ വീട്ടിൽ നിന്നാണ് വന്നിരുന്നെങ്കിൽ ഏട്ടത്തി ഇങ്ങനെയല്ലല്ലോ അവരോട് പെരുമാറുന്നത്. ചായയും 10 കൂട്ടം പലഹാരമൊക്കെ കൊണ്ട് വെക്കുന്ന കാണാമല്ലോ. ഇപ്പം മാത്രം എന്ത് പറ്റി? എൻ്റെ മരുമകളോടും അവളുടെ വീട്ടുകാരോടും മാത്രം ഏട്ടത്തിക്ക് പുച്ഛമാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അതേ ജാനകി, നയനയുടെ വീട്ടുകാരെ പോലെയാണോ ഇവര്? ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിൻ്റെ മരുമകളുടെ അച്ഛനും അമ്മയും അല്ലേ? അപ്പോൾ അവരെ സൽക്കരിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഇവിടെ ആരും അതിനൊന്നും എതിര് പറയുന്നില്ല. ചായയോ പലഹാരമോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുത്തോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദേവയാനി. ഇത് കേട്ട രേവതിയാണെങ്കിലും ചോദിക്കുന്നുണ്ട്, അതെന്താ ദേവയാനി ചേച്ചി അങ്ങനെ ഒരു സംസാരം? ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ദേവയാനി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് ഞങ്ങളിവിടെ വരുമ്പോഴും ദേവയാനി ചേച്ചി ഇങ്ങനെ ഞങ്ങളോട് പെരുമാറിയിട്ടില്ലല്ലോ. ഇപ്പം എന്താ അതിനൊരു മാറ്റം വന്നത് എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി. അപ്പോഴേക്കും ദേവയാനി രേവതിയോട് പറയുന്നുണ്ട്, ആ ഇപ്പം എൻ്റെ രീതികളൊക്കെ ഇങ്ങനെയാ. എന്നും ഒരേപോലെ ഇരുന്നാൽ പറ്റില്ലല്ലോ, കുറച്ച് മാറ്റങ്ങളൊക്കെ വേണ്ടേ? എൻ്റെ മരുമകളുടെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ അവരെ സൽക്കരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് അവർക്ക് വേണ്ട എന്താണോ അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ വേണ്ടേ ജാനകിയും? ജാനകിയുടെ മരുമകളുടെ അച്ഛനും അമ്മയും വന്നിപ്പം ജാനകി വേണ്ടേ നിങ്ങളെയൊക്കെ ശ്രദ്ധിക്കാൻ? അല്ലാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നും വെച്ചും വിളമ്പിയും കഷ്ടപ്പെടാൻ എന്നെക്കൊണ്ടെങ്കിലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ദേവയാനി ദേഷ്യപ്പെട്ട് കിച്ചണിലോട്ട് കയറി പോകുന്നുണ്ട്. ജാനകി ഉടനെ അവരോട് പറയുന്നുണ്ട്, ഏട്ടത്തി പറഞ്ഞു ഒന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അവരുടെ സ്വഭാവം ഇപ്പം ഇങ്ങനെയാണ്. നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ ഇവിടെ ഇരിക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാം ഞാൻ ഉണ്ടാക്കി തരാം. അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകിയാണെങ്കിലും അടുക്കളയിലോട്ട് കയറി പോകുന്നുണ്ട്. ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇപ്പം എന്തിനാണോ ഇവരിങ്ങോട്ടേക്ക് വന്നത്? ഇനി അടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നെയും എൻ്റെ മരുമോളെയും കുറേ വെള്ളം കുടിപ്പിച്ചല്ലേ ഇവർ. എൻ്റെ കരൾ പോകാൻ കാരണക്കാരി ആ അനാമികയുടെ അമ്മയും അല്ലേ? ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ ഇനിയും അവർക്ക് വെച്ച് വിളമ്പണമെന്നാണോ പറയുന്നത്? ഇനി എനിക്ക് അതിനൊന്നും പറ്റില്ല. അവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യം പോലും എനിക്കില്ല. ജാനകിയുടെ മരുമകളുടെ അമ്മയും അച്ഛനും അല്ലേ, വേണമെങ്കിൽ ജാനകി തന്നെ അതൊക്കെ നോക്കിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ജാനകിയാണെങ്കിലും കിച്ചണിൽ കയറിയിട്ട് തകൃതിയായിട്ട് അവർക്ക് കൊടുക്കാനുള്ള ചായം പലഹാരമൊക്കെ റെഡിയാക്കുന്നുണ്ട്. ജാനകി ഉണ്ടാക്കി വെച്ച പലഹാരങ്ങളിലൊക്കെ ദേവയാനി ജാനകി കാണാതെ തന്നെ കുറച്ച് ഉപ്പുപൊടിയും ബേക്കിംഗ് സോഡയൊക്കെ വാരി ഇടുന്നുണ്ട് കേട്ടോ. അത് കഴിച്ചിട്ട് അവർക്ക് വയറിന് ആകെ അസ്വസ്ഥതയാകുകയാണ്. വേണുവും രേവതിയും അനാമിയൊക്കെ കൂടി അത് കഴിച്ചിട്ട് വയറിനാകെ ബുദ്ധിമുട്ടും വേദനയൊക്കെ ആകുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിന്ന് എന്ത് കഴിച്ചാലും ഞങ്ങൾക്ക് വയറ് ചീത്തയാകും. എല്ലാം മോളുടെ അമ്മായിമ്മ തന്നെയല്ലേ ഉണ്ടാക്കിയത്, പിന്നെ എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഉടനെ വേണു ജാനകിയോട് ചോദിക്കുന്നുണ്ട്, ജാനകിക്ക് ഞങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അനാമിക പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ അമ്മയോട് ഇങ്ങനെ പറയുന്നത്? അമ്മ ഉണ്ടാക്കിയ പലഹാരങ്ങളിൽ ഇങ്ങനെയൊക്കെ ചേർക്കുമോ? അമ്മ ഒരിക്കലും ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യില്ല. എങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഇതൊന്നും ഉണ്ടാക്കി തരാതിരുന്നാൽ പോരായിരുന്നോ? രേവതി ചോദിക്കുന്നുണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇതൊക്കെ ഒന്നെങ്കിൽ നയനയുടെയോ അല്ലെങ്കിൽ അവളുടെ അമ്മായിമ്മയുടെയോ പണിയായിരിക്കും. അല്ലാതെ എൻ്റെ അമ്മായിമ്മ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനാമിക പറയുന്നുണ്ട്. എന്തുവാ മോളെ, ഈ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക്. രേവതി പറയുന്നുണ്ട്, വേണുവേട്ടാ ഇനി ഇവിടുന്ന് ഒന്നും കഴിക്കണ്ട. ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് വയറ് ചീത്തയായി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നതിലും ഭേദം ഒന്നും കഴിക്കാതിരിക്കുന്നതാ. പോകുന്ന വഴിക്ക് നമുക്ക് വല്ല ഹോട്ടലിലും കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അനാമികയോട് രേവതി പറയുന്നുണ്ട്, മോളെ നീ സൂക്ഷിച്ചും കണ്ടും വേണം ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ആരെങ്കിലും എന്തെങ്കിലും കലക്കി തരുന്നുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. മോളുടെ അമ്മായിമ്മ മോൾക്ക് ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ മോള് വല്ല ഓർഡറും ചെയ്ത് കഴിച്ചോ, അതായിരിക്കും നല്ലത്. നീ നല്ലോണം സൂക്ഷിക്കണേ മോളെ. മോളുടെ വല്യമ്മ ഇപ്പം മോളെ ഇവിടുന്ന് ഓടിക്കാനായിട്ട് എന്തെങ്കിലും കലക്കി തന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കൂട്ടരായി ഇവിടെ ഉള്ളവർ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ തിരികെ പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അനാമികയും നവ്യയും കൂടെ ആരും അറിയാതെ നയനയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. അനാമിക എന്നിട്ട് നയന വരച്ചിട്ടുള്ള ആ ഡിസൈൻസൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ നാളെ ഓഫീസിലോട്ട് കൊണ്ടുപോകാനായിട്ട് വരച്ച് വെച്ചിരിക്കുന്ന ഡിസൈനൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം എടുത്ത് നശിപ്പിച്ച് കളയണം. അവൾ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടണം. നാളെ ആ പ്രൊജക്റ്റിൻ്റെ പേരിൽ ഈ ഡിസൈൻസ് കാണാതാവുമ്പോഴേക്കും എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. ആ ഒരു നാണക്കേടിൽ തിരികെ വീട്ടിൽ വരുമ്പം വീട്ടിലുള്ളവരും അവളോട് ആ ഒരു രീതിക്ക് തന്നെ പെരുമാറും. അത് കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്. അങ്ങനെ ആ ഡിസൈൻസൊക്കെ അനാമിക എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. നവ്യാണെങ്കിലും പറയുന്നുണ്ട്, ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാനാ? അയാളും കൂടി അവളും ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ലല്ലോ. അബി അവളുടെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ളൊരു പരിഗണന പോലും അവൾ കാണിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഇപ്പം നീ ഈ കാണിക്കുന്നതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്.
എൻ്റെ നിലനിൽപ്പിനെയും കൂടെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ ഇത് എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. അങ്ങനെ നവ്യയും അനാമികയും കൂടെ ആ ഡിസൈൻസൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് ദേവയാനി അവരുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. രണ്ടുപേരും കൂടി കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അനാമികയോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് അതിശയമൊന്നുമല്ല. നീ ഇതും ചെയ്യും, ഇതിൻ്റെ അപ്പുറവും ചെയ്യും, എനിക്കറിയാം. പക്ഷേ ഇവളോ? എൻ്റെ നവ്യേ, നിൻ്റെ അനീതിയല്ലേ നയന. നീ ഇപ്പോൾ ചെയ്യുന്നതേ ഒരിക്കലും ഒരു കൂടപ്പിറപ്പ് ചെയ്യുന്ന പരിപാടിയല്ല. നീ നിൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ ചതിക്കാനല്ലേ നോക്കിയത് എന്നിങ്ങനെ ദേവയാനി ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഒരു കൂടപ്പിറപ്പിനോട് കാണിക്കേണ്ട മര്യാദ അവളും എന്നോട് കാണിക്കുന്നില്ലല്ലോ. ഇനി ഒരു അനീതിയായിട്ട് അവളെ കാണാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് അനാമികയെ കാണിച്ചുകൊണ്ട് നവ്യ പറയുന്നുണ്ട്, ദേ ഇവള് നേരത്തെ എൻ്റെ ശത്രുവായിരുന്നു. പക്ഷേ ഇവൾ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ളതും അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയെന്നുള്ളതൊക്കെ എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഈ വീട്ടിൽ വന്ന നിമിഷം നയനെ ഞാൻ കുറച്ചൊക്കെ എതിർത്തിരുന്നു. നയനുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കിയിട്ടുമുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം മാറി ഞാൻ നയനയുമായിട്ട് ഒന്ന് അടുത്തതായിരുന്നു. ഇപ്പം വീണ്ടും നയനയുമായിട്ട് ഞാൻ തെറ്റ് തന്നെയാണ് നിൽക്കുന്നത്. കാരണം അവൾ എന്നോട് കാണിക്കുന്നതൊക്കെ അതുപോലെയാണ്. അബിയുടെ കാര്യം തന്നെ നോക്കിക്കേ. എൻ്റെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ളൊരു പരിഗണന പോലും ഇല്ലാതെയല്ലേ അബിയ അവളെ താറടിക്കുന്നത്. അബിയെ താറടിക്കാനുള്ള ഒരവസരം പോലും അവൾ വഴക്കാറില്ലല്ലോ. പിന്നെ അവൾ എന്നോട് എന്ത് കൂടപ്പിറപ്പ് സ്നേഹം കാണിച്ചു എന്നാണ് അമ്മായി പറയുന്നതെന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നയന വരയ്ക്കുന്ന ഡിസൈൻസൊക്കെ വെച്ചിട്ട് കമ്പനിക്ക് ഒരുപാട് കോടിക്കണക്കിന് ലാഭം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓഹരി കിട്ടുമായിരിക്കാം. എന്നാലും സ്വന്തം ചേച്ചിയുടെ ഭർത്താവായ അബിയെ വീണ്ടും കമ്പനിയിലെ ഒരു സ്റ്റാഫാക്കി മാറ്റിയില്ലേ. ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല അവന് കൊടുത്തു. ആ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലയെങ്കിലും മര്യാദയ്ക്ക് നോക്കാൻ അവനെ സമ്മതിച്ചില്ലല്ലോ. അവിടെയും അവനെ താഴ്ത്തിക്കെട്ടുകയല്ലേ ചെയ്തത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്ക് അവരോട് ഇത്ര ദേഷ്യവും വെറുപ്പും. അതുകൊണ്ട് നാളെ നടക്കാൻ പോകുന്ന പ്രൊജക്റ്റിൽ അവളുടെ കഴിവുകൾ തെളിയിക്കേണ്ടെന്ന് ഓർത്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഡിസൈൻസൊക്കെ നശിപ്പിക്കാൻ കൂട്ടുനിന്നത്. നാളത്തെ ആ പ്രൊജക്റ്റ് സക്സസ് ആയാൽ അത് ഈ കമ്പനിക്കും കുടുംബത്തിനുമൊക്കെ ഒരുപാട് ഗുണം ചെയ്യുമെന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷേ എൻ്റെ അബിയെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തിക്കും ഞാൻ കൂട്ടു നിൽക്കില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുകയാണ്. ഏകദേശം അനാമികയുടെ അവസ്ഥയും അതുതന്നെയല്ലേ. എൻ്റെ കുഞ്ഞിനോട് കുറച്ചെങ്കിലും സ്നേഹവും വാത്സല്യം കാണിക്കുന്നൊക്കെ ഈ അനാമികയും അതുപോലെ തന്നെ അനിയുടെ അമ്മയും അപ്പച്ചിയൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ആരും എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാറില്ലല്ലോ, പരിഗണിക്കാറില്ലല്ലോ. എന്തിന് എൻ്റെ സ്വന്തം കൂടപ്പിറപ്പായ എൻ്റെ അനിയത്തി പോലും എൻ്റെ കുഞ്ഞിനെ മര്യാദയ്ക്കൊന്നും എടുക്കുകയോ കളിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഏത് സമയവും ആ വലിഞ്ഞു കയറി വന്ന ചന്തുമോളുടെ പിറകെ തന്നെയല്ലേ നടക്കുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുള്ള രീതിയിൽ തന്നെ നവ്യ പറയുന്നുണ്ട്. ദേഷ്യം വന്നിട്ട് ദേവേനയാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഡിസൈൻസൊക്കെ ദേവേനെ ദേഷ്യപ്പെട്ട് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ ഡിസൈൻസിനൊക്കെ പിന്നിലെ നയനമോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്ര പകലാക്കിയ മോൾ ഓരോ ഡിസൈനും വരച്ചത്. ഈ ഒരു പ്രൊജക്റ്റ് സക്സസ് ആകാൻ വേണ്ടിയിട്ടേ എൻ്റെ മോനും മരുമോളും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വീടിനകത്ത് കുടുംബത്തിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ അറിയില്ല. ഇതിപ്പോൾ തന്നെ അച്ഛനെ അമ്മയെ അറിയിച്ചാലുണ്ടല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്കും തക്കതായ ശിക്ഷയൊക്കെ കിട്ടും. പക്ഷേ അതിലോട്ടൊന്നും എന്നെ നിങ്ങളെ കൊണ്ട് എത്തിക്കരുത്. അതുകൊണ്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും നവ്യേ, ഞാൻ ഇക്കാര്യം ഇപ്പം ആരെയും അറിയിക്കാൻ പോകുന്നില്ല. നീ ഒരു കാര്യം ചെയ്താൽ മതി. പഴയ പോലെ നീ നയനമോളെ സ്നേഹിക്കണം. അവളെയോ ചന്തുമോളെയോ ഒരു കാരണവശാലും നീ ഉപദ്രവിക്കാൻ പാടില്ല. വാക്കുകൾ കൊണ്ട് പോലും നീ ഓരോന്ന് പറയാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ദേവാനി പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല അമ്മായി, ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം അവൾ കാരണമാണ് അബിക്ക് കിട്ടേണ്ട പലതും കിട്ടാതെ പോകുന്നത്. എൻ്റെ മനസ്സിലിപ്പോൾ നയനോട് ഭയങ്കര ദേഷ്യമാണ്. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിൽ നിന്നൊന്നും പോകാൻ പോകുന്നില്ല. എൻ്റെ കുഞ്ഞിനെ താലോലിക്കുകയും പരിചരിക്കുകയും ചെയ്യാത്ത ഒരുത്തിയെ അനിയത്തിയായിട്ട് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടത്ര പരിഗണന കൊടുക്കാതെ എവിടുന്ന് വലിഞ്ഞു കയറി വന്ന അന്യ കുഞ്ഞിനെ സ്വന്തം മോളെ പോലെ വളർത്തുന്ന അവളോട് എനിക്കിനി ഒന്നും പറയാനില്ല. ഒരു കൂടപ്പിറപ്പിൻ്റെ സ്ഥാനം പോലും അവൾക്ക് കൊടുക്കാൻ എനിക്കിപ്പോൾ പുച്ഛമാണെന്നൊക്കെ പറയാനോട്ടോ നവ്യ. ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന അനാമികയ്ക്കാണെങ്കിലും നല്ല സന്തോഷമാണ്. കാരണം അനാമിക ഉദ്ദേശിച്ച കാര്യം നടന്നു. വീട്ടിൽ അലമ്പുണ്ടാക്കണം, കുടുംബത്തെ അലമ്പുണ്ടാക്കണം, പ്രശ്നങ്ങളൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി ഒരു സ്വത്ത് ഭാഗം വെക്കലിലേക്ക് ചെന്നെത്തിക്കണം എന്നൊക്കെയുള്ളൊരു ഉദ്ദേശം തന്നെയാണ് അനാമികയ്ക്ക്. നവ്യ പറയുന്നുണ്ട് ദേവയാനിയോട്, നിങ്ങളിത് ചെന്ന് മുത്തശ്ശിയോടും പറഞ്ഞാലും എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഞാനിപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പലതും അവരെ അറിയിക്കാതെ മിണ്ടാതെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയും വലുതാകുന്നത്. അല്ലെങ്കിലും പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. മൊത്തത്തിലൊരു ഇരട്ടത്താപ്പ് നയം തന്നെയല്ലേ ഇവിടെ കാണിക്കുന്നത് എല്ലാവരും. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പം എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അമ്മായി എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ പോകുന്നുണ്ട് കേട്ടോ. അനാമിക ആ സമയത്ത് നവ്യയും ദേവയാനിയും കൂടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തർക്കിക്കുന്നത് കേട്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദേവയാനി എന്നിട്ട് അനാമികയോട് നോക്കി പറയുന്നുണ്ട്, നീ എന്തിനാടി ചിരിക്കുന്നത്? നിൻ്റെ അഹങ്കാരമൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. നവ്യെ, നീ എന്തറിഞ്ഞിട്ടാ അനാമിയെ കൂടെ കൂട്ടിയേക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. അവളോടൊപ്പം ചേർന്ന് എൻ്റെ നയനമോളെ തകർക്കാമെന്ന് നീ വിചാരിക്കേണ്ട നവ്യെ. നിനക്കിപ്പോഴും നിൻ്റെ അനീതിയെ ശരിക്കും മനസ്സിലായിട്ടില്ല.
ഒരുപാട് ക്ഷമിച്ചും സഹിച്ചും തന്നെയാണ് അവൾ മുന്നോട്ട് പോകുന്നത്. പലരുടെയും ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ പല കാര്യങ്ങളും ത്യാഗം ചെയ്യുന്നുണ്ട്. അതുപോലെ നീ അറിയാത്ത കുറേ സത്യങ്ങളുണ്ട്. അനാമികയെ നീ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും നിൽക്കേണ്ട. അത് നിനക്ക് തന്നെ ദൂഷ്യം ചെയ്യുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. നീ വിചാരിക്കുന്ന പോലെ അല്ല ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ഒന്നും. പഠിച്ച കള്ളികളാ. ഇവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആരെ വേണമെങ്കിലും കൂട്ടത്തിൽ പിടിക്കും. മോളെ, അത് നിനക്ക് തന്നെ ദൂഷ്യം ചെയ്യും. നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നവ്യ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും കേൾക്കണ്ട. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്. അല്ലാതെ നയനെപ്പോലെ എല്ലാം ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകുന്നവളല്ല ഞാൻ. എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്ക് ആരോടും ഒരു ദേഷ്യം ഉണ്ടായിട്ടല്ല. ഇവിടെ എല്ലാവർക്കും എന്നോടും അബിയോടും അബിയുടെ അമ്മയോടൊക്കെ ഒരു അകൽച്ചയുണ്ടല്ലോ. അതുതന്നെയാണ് എല്ലാത്തിനും പ്രശ്നം. അബി ചെയ്ത നിസ്സാരമായ തെറ്റുകൾ പോലും വലുതാക്കി കാണിച്ച് ആദർശേട്ടൻ ചെയ്ത വലിയ തെറ്റുകളെയെല്ലാം നിസ്സാരമാക്കി കാണുന്ന നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് നയമുണ്ടല്ലോ, അത് തന്നെയാണ് പ്രശ്നം. ഇനിയിപ്പോൾ ഞങ്ങളെ പെരുവഴിയിലാക്കണം, അത് തന്നെയായിരിക്കുമല്ലോ അവരുടെ ഉദ്ദേശവും. അതിനെന്തായാലും ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അബിയെ നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ നവ്യ പറയുന്നുണ്ട്. ഇപ്പം നയനെയാണ് എനിക്ക് ഒട്ടും മനസ്സിലാകാത്തത്. അയാളുടെ സ്വത്ത് മുതലും കണ്ടിട്ട് അവൾ അതിൽ മയങ്ങി നടക്കുകയാണ്. അല്ലെങ്കിൽ അയാൾ ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിച്ചിട്ട് അയാളുടെ ഒപ്പം ഇങ്ങനെ ജീവിക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ നയനെയും ആദർശനെയും കുറ്റപ്പെടുത്തി നമ്മുടെ നവ്യ വളരെ മോശത്തോടെ തന്നെ സംസാരിക്കുകയാണ് കേട്ടോ. കേട്ടിട്ട് അവസാനം നമ്മുടെ ദേവയാനി ആകെ പൊട്ടി തെറിക്കുകയാണ്. ഇനി ഒരു അക്ഷരം നീ മിണ്ടരുത്. നീ ഇത് എന്തറിഞ്ഞിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാ തെറ്റും ചെയ്തത് നിൻ്റെ ഭർത്താവ് അബിയാണ്. നീ ഇപ്പോഴും ജലജയും അബിയും പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് വിശ്വസിച്ച് നടക്കുകയാണോ? അവർ നിന്നെ ചതിക്കുകയാണ്. കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ തറവാട് കീറിമറിച്ച് ഭാഗം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് നവ്യേ. എല്ലാ തെറ്റും ചെയ്തത് അബിയാണ്. അത് പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ആവില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് നിനക്ക് മനസ്സിലാകും. നീ വെറുതെ ആദർശനെ നയനെയും ഇതിലോട്ട് വലിച്ചഴക്കേണ്ട കാര്യമില്ല. അവരിങ്ങനെ രാത്രിയും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഓഹരി നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും കിട്ടും. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. പിന്നെ സത്യങ്ങളൊന്നും അറിയാതെ സംസാരിക്കുന്നത് നീ തന്നെയാണ്. എല്ലാ സത്യങ്ങളും നീ അറിയുന്ന ഒരു ദിവസം വരും. അന്ന് നീ ഈ പറഞ്ഞതിനെയൊക്കെ ഓർത്ത് ഒരുപാട് കുറ്റബോധത്തോടെ ഇരിക്കേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ ദേവേനെ സംസാരിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ അനാമികയാണെങ്കിലും നവ്യയോട് പറയുന്നുണ്ട്, അവരങ്ങനെ പലതും പറയും നവ്യേട്ടത്തി, അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. അവരല്ലെങ്കിൽ തന്നെ അവരുടെ മോനെ മരുമോളെയും സപ്പോർട്ട് ചെയ്താലേ സംസാരിക്കുള്ളൂ. ഇന്നെന്തായാലും ഈ ഒരു പ്ലാൻ ഡ്രോപ്പായിപ്പോയി. സാരമില്ല, നമുക്ക് ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടും. അത് നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ മതി. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ, എന്തായാലും ഈ കാര്യം അവരിവിടെ പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അല്ലെങ്കിൽ തന്നെ സ്വത്തൊക്കെ ഭാഗം വെച്ച് നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് താമസിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് നമ്മുടെ വഴി, അവർക്ക് അവരുടെ വഴി. പിന്നെ ഈ രാജഭരണത്തിലൊന്നും കഴിയേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എന്തൊക്കെ ചിട്ടകളായി വീട്ടിൽ, ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട്. നവ്യാണെങ്കിലും അനാമിക പറഞ്ഞതൊക്കെ ആയിരിക്കും ശരി എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ ചിന്തിച്ച് കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇതിങ്ങനെയൊന്നും വിട്ടാൽ പറ്റില്ല. ഇനിയും ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് എന്തായാലും കുടുംബത്തിനകത്ത് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് കേട്ടോ നവ്യയുടെ മനസ്സിലും. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ